പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 12-ാം അധ്യായം 6ഉം 7ഉം തിരുലിഖിതങ്ങൾ. 5 കുരുവികൾ 2 നാണയത്തുട്ടിന് വിൽക്കപ്പെടുന്നില്ലേ? അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. നിങ്ങളുടെ തലമുടിയുടെ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് എന്ന് അരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ അത്ഭുതമായ നാമത്തിൽ നിങ്ങൾക്കോരോരുത്തർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും മനപ്രയാസങ്ങൾ, കുടുംബത്തിലെ ദുഃഖങ്ങൾ, ജീവിതത്തിലെ ഭാരങ്ങൾ, ശരീരത്തിലെ രോഗങ്ങൾ ഇത് യേശു അറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമെങ്കിൽ യേശുവിൻ്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി വ്യാപരിക്കും. ഒരു അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് അഞ്ജു. ഞാൻ കാലിക്കറ്റ് ഡിസ്ട്രിക്ട് മുക്കത്തുനിന്ന് വരുന്നു. വീട്ടുപേര് പെരുകിലാമലയിൽ. എനിക്ക് 3 കുട്ടികളാണുള്ളത്. ഇത് ഏറ്റവും മൂത്തയാളാണ്. രണ്ടാമത്തെ മോക്ക് വേണ്ടിയാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത്. എൻ്റെ മോക്ക് ഇപ്പോൾ 5 വയസ്സുണ്ട്. 3 വയസ്സായപ്പം സാധാരണ കുട്ടികൾ വർത്തമാനം പറയുന്ന പോലെ ഒന്നും അവൾ സംസാരിക്കില്ലായിരുന്നു. ചെറിയ വേർഡ്സുകൾ മാത്രമേ അവൾ പറയത്തുണ്ടായിരുന്നുള്ളൂ. സാധാരണ 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടികൾ അത്യാവശ്യമൊക്കെ സംസാരിക്കാൻ തുടങ്ങും. എന്നാൽ ആ കുട്ടി ചെറിയ വേർഡ്സ് മാത്രമൊക്കെ സംസാര തടസ്സം. അപ്പം ഡോക്ടർമാരെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ സ്കൂളിൽ വിട്, മറ്റു കുട്ടികളുമായിട്ടൊക്കെ ഇടപഴകി കഴിയുമ്പോൾ കുറേ മാറ്റം വരും, അപ്പം സംസാരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അടുത്തുള്ളൊരു നഴ്സറി സ്കൂളിൽ മോളെ വിട്ടു. എന്നിട്ടും വലിയ മാറ്റമൊന്നും കണ്ടില്ല. ചില വേർഡ്സുകൾ മാത്രം സംസാരിക്കും. അത് 4 വയസ്സായപ്പോൾ മോളെ LKG ചേർത്തു. LKG ചേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവൾ കുറച്ച് വാക്കുകൾ മാത്രം പറയും, മറ്റു കുട്ടികളൊപ്പം പോകുന്നില്ല. അപ്പോൾ സ്കൂളിൻ്റെ വർഷം അവസാനമായപ്പം മിസ്സ് വിളിപ്പിച്ചു സ്കൂളിൽ നിന്ന്, മോക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അവൾ ശരിക്കും സംസാരിക്കുന്നില്ല, ചില വേർഡ്സുകളെ പറയുന്നുള്ളൂ, അതൊന്നും ക്ലാരിറ്റി ഇല്ല, അപ്പം മറ്റു കുട്ടികളൊപ്പം നമുക്ക് മാർക്കില്ല. അങ്ങനെ ഞാൻ വല്ലാണ്ട് വിഷമിച്ചു. അപ്പം ഞാൻ ഒരു ഞായറാഴ്ച അഭിഷേകഗ്നിയിൽ വട്ടായി അച്ഛൻ്റെ, ഞങ്ങൾ ഞായറാഴ്ച എല്ലാം കാണാറുണ്ട്. അപ്പോൾ അഭിഷേകഗ്നിയിൽ ഞാൻ മോളെ സമർപ്പിച്ച് എൻ്റെ മടിയിലിരുത്തി ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, എൻ്റെ ചെവിക്ക് വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ അഭിഷേകത്തിന് പ്രോഗ്രാം മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? ചെവിക്ക് വല്ലാണ്ട് വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏതായാലും ഞാൻ പ്രാർത്ഥിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും മോള് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങി. നോക്ക സഹോദരങ്ങളെ, കുട്ടി നാളുകളായിട്ട് സംസാരത്തിന് തടസ്സമായിട്ട് അവസാനം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് വരെ പറഞ്ഞ് ഈ കുട്ടി ശരിയാവാൻ സാധ്യതയില്ല, മിങ്കിൾ ചെയ്യുന്നില്ല, പരീക്ഷയ്ക്ക് മാർക്ക് കൊടുക്കുക. അങ്ങനെ ഇവർ അഭിഷേകത്തിന് പ്രോഗ്രാം മുമ്പിൽ അമ്മച്ചിയും കുട്ടിയെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് ചെവിയിൽ ഒരു വേദന അനുഭവപ്പെട്ട് പിന്നെ ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയില്ലേ? സ്ഫുടമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഇപ്പൊ UKG-ലെത്തി. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ മിസ്സിനെ കണ്ടപ്പോ എന്നോട് മിസ് പറഞ്ഞു, മോളിപ്പോ ക്ലാസ്സിൽ ഭയങ്കര സംസാരമാണ്, ക്ലാസ് ടൈമിലും സംസാരമാണ്. അത് ശരി. അപ്പൊ അവളെ മിസ് ഇപ്പൊ വഴക്ക് പറഞ്ഞ് അടക്കി ഇരുത്തുക. ഇപ്പൊ എന്തെങ്കിലും തെറ്റി പോകുന്നുണ്ടെങ്കിൽ അത് വർത്താനം പറഞ്ഞിട്ടാന്ന് പറഞ്ഞു. കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു, എൻ്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളിൽ യേശുവിൻ്റെ ഒരു അത്ഭുതം നിങ്ങൾ പ്രതീക്ഷിക്കണം. അതുപോലെ സംഭവിക്കും. നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. യേശുവേ, യേശുവേ, അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ വർഷിക്കണമേ, ഇപ്പോൾ വർഷിക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ ഹൃദയങ്ങളെ തുറക്കണമേ, തുറക്കണമേ. താല്പര്യമില്ലാത്ത അവസ്ഥകളിലേക്ക് എഴുന്നള്ളി വരണമേ. ഓ പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകമേ, നിറയണമേ.
ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അഗ്നി, അഗ്നി, ഉന്നതത്തിലുള്ള അത്യുന്നതമായ അഗ്നി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. ഓ പരിശുദ്ധാത്മാവേ, അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. കരങ്ങളടിച്ച് യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. വലിയ ഉത്സാഹത്തോടെ യേശുവിൽ വളരാൻ തിന്മയെ ജയിക്കാൻ നിറയ്ക്കുക അഭിഷേകാഗ്നി. ഒരുമിച്ച് അഗ്നി അഗ്നി അഭിഷേകാഗ്നി ചൊരിയുക ആത്മാവിൻ അഗ്നി. പരിശുദ്ധാത്മാവേ, യേശുവിൻ ആത്മാവേ, mighty, mighty anointing. ആത്മാവേ, യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. ഇപ്പോൾ അഭിഷേകം ചെയ്യണമേ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, ഓരോ കുട്ടികളെയും തൊടണമേ. വരദാന ഫലങ്ങൾ നൽകൂ. യുവതി വാക്കുമാരെ അഭിഷേകം ചെയ്യണമേ. കുടുംബങ്ങളെ ഇപ്പോൾ അവിടുന്ന് പൊതിയണമേ. സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. ജീവൻ നിറയ്ക്കണമേ. രോഗികളെ തൊട്ട് എഴുന്നേൽപ്പിക്കണമേ. അന്ധകാര പിടകൾ വിട്ടുപോകട്ടെ. മദ്യപാനം വിട്ടുപോകട്ടെ. ചീത്ത കൂട്ടുകെട്ടുകൾ വിട്ടുപോകട്ടെ. നിരാശ വിട്ടുപോകട്ടെ. ആത്മഹത്യ ചെയ്തത് വിട്ടുപോകട്ടെ. വലിയ അഭിഷേക ശക്തി നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. പാപാന്തകാരം നീക്കിടുവാൻ വിശുദ്ധിയിൽ വെണ്മയ നിറയാൻ. കരങ്ങളടിച്ച് പാപാന്തകാരം നീക്കിടുവാൻ വിശുദ്ധിയിൽ വെണ്മയ നിറയാൻ. വീണ്ടും നൽകുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. വീണ്ടും നൽകുക തീനാളങ്ങൾ, വീണ്ടും നിറയ്ക്കുക വരദാനങ്ങൾ. ഇന്നീ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവേ, ഇന്നീ കൂട്ടായ്മയിൽ പരിശുദ്ധാത്മാവേ, കൈകൾ ഉയർത്തി കൈയടിച്ച് ആത്മാവേ, പരിശുദ്ധാത്മാവേ, വലിയ ഉണർവോടെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അരുവിയേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. യേശുവിൻ ആത്മാവേ, ദാഹിച്ച് ദാഹിച്ച് പരിശുദ്ധാത്മാവേ, ഹൃദയം നുറുങ്ങി വിളിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. പരിശുദ്ധാത്മാവേ, ശക്തിയാൽ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറയണമേ. ഇപ്പോൾ ഉണർത്തണമേ. ഇപ്പോൾ ഉണർത്തണമേ. അത്ഭുതങ്ങൾ അങ്ങനെ നൽകണമേ. ക്ഷീണങ്ങൾ മാറ്റണമേ. രോഗങ്ങൾ മാറ്റണമേ. അഭിഷേകം നിറയ്ക്കണമേ. ശക്തി നിറയ്ക്കണമേ. ദാനങ്ങൾ നൽകണമേ. വരങ്ങൾ നൽകണമേ. സുഹൃത്തുക്കൾ സുഖപ്പെടുത്തണമേ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാ വിദ്യാർത്ഥികളിൽ അത്ഭുതമായി നിറയട്ടെ. ദൈവികമായ ശക്തി ഈ സമൂഹത്തിലേക്ക് നിറയട്ടെ. കുടുംബങ്ങളിലേക്ക് നിറയട്ടെ. ജീവിതങ്ങളിലേക്ക് നിറയട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. ക്ഷീണങ്ങളെ ശാസിക്കുന്നു. അന്ധകാര പീഡകളെ ശാസിക്കുന്നു. പൈശാചിക പീഡകളെ ശാസിക്കുന്നു. തളർച്ചകൾ മാറിപ്പോകട്ടെ. മടുപ്പ് മാറട്ടെ. മന്ദത മാറട്ടെ. ശക്തി നിറയട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ഇരു കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് ഉറക്കെ വിളിക്കുന്നു, യേശുവിൻ ആത്മാവേ, യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ. കരങ്ങൾ ഉയർത്തി യേശുവിൻ ആത്മാവേ, പരിശുദ്ധാത്മാവേ, സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. സ്വർഗീയ ശക്തിയാൽ നിറയ്ക്കൂ, വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ. വരദാന ഫലങ്ങൾ നൽകൂ. പരിശുദ്ധാത്മാവേ, എല്ലാ മക്കളെയും സ്പർശിക്കണമേ. ഓരോ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്.
സ്വസ്ഥാനങ്ങളിലേക്ക് നമുക്കിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് തിന്മയോട് സഹകരിക്കരുത് എന്നുള്ളത്. തിന്മയോട് സഹകരിക്കരുത്. ഇന്ന് നമ്മുടെ ചുറ്റിലും വളരെയധികം തിന്മ ശക്തി പ്രാപിക്കുന്നതിന് ഒരു കാരണം, നമുക്ക് ചുറ്റിലും തിന്മ ശക്തി പ്രാപിക്കുമ്പോൾ, തിന്മ അത് ഓരോ തിന്മയുടെ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാം അത് കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് അതിനോട് എതിർക്കാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. എന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ. റോമാ ലേഖനം 12-ാം അധ്യായത്തിൽ 9-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ആ വചനം ഉറക്കെ പറയാം, തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. ഹല്ലേലൂയ. ഇത് ദൈവവചനത്തിന്റെ ഒരു കൽപ്പനയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരു തിന്മ തലപൊക്കുന്നത് കാണുമ്പോൾ നാം സൈലൻ്റായി ഇരിക്കരുത്. നാം അതിനെ ശാസിക്കണം, തിരുത്തണം, നേർവഴിക്ക് നടത്തണം. ഇത് ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് ചെയ്യട്ടെ, പോലീസ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്യട്ടെ, മേലധികാരികൾ ചെയ്യട്ടെ, അങ്ങനെ നാം ചിന്തിക്കരുത്. നമ്മുടെ ചെറുപ്പകാലങ്ങൾ പണ്ട് കാലത്ത് ആലോചിച്ച് നോക്കിക്കേ, ഒരു കുട്ടി എന്തെങ്കിലും ഒരു തിന്മ കാണിച്ചാൽ പ്രായത്തിൽ മൂത്തവരത് കണ്ടാൽ മോനെ അത് ചെയ്യരുത്, തിന്മയാണ് എന്ന് പറയുകയില്ലേ? ആ ഉത്തരവാദിത്വം ഇന്ന് നമ്മൾ മറന്നു പോവുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തിന്മയെ കണ്ടാൽ തിന്മയെ ശാസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. തിന്മയോട് സഹകരിക്കരുത്, തിന്മയോട് നിസ്സഹകരിക്കണം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദാനിയേലിന്റെ പുസ്തകം 13-ാം അധ്യായം സൂസന്ന എന്ന് പറയുന്ന നിഷ്കളങ്കയായ ഒരു പെൺകുട്ടിയുടെ ജീവിതകഥ അവതരിപ്പിക്കുകയാണ്. അവിടെ ആ നിഷ്കളങ്കയായ പെൺകുട്ടി കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയാണ്. കാരണം 2 ന്യായാധിപന്മാരുടെ കൗശലം, 2 ന്യായാധിപന്മാരുടെ ഉള്ളിൽ പ്രവർത്തിച്ച പിശാചിന്റെ ശക്തി ഒരു ജീവനെ കുരുതി കൊടുക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ്. അത് ദൈവാത്മാവിന്റെ ശക്തിയായിരുന്നോ ആ ന്യായാധിപന്മാരിൽ പ്രവർത്തിച്ചത്? ആ 2 ന്യായാധിപന്മാരിൽ അന്ധകാരത്തിന്റെ ശക്തി പ്രവർത്തിക്കുകയായിരുന്നു. ആ അന്ധകാരത്തിന്റെ ശക്തി ആ ന്യായാധിപന്മാരിൽ പ്രവർത്തിച്ച് ഇതാ നിഷ്കളങ്കയായ ഒരു യുവതിയുടെ ജീവിതത്തെ, നിഷ്കളങ്കയായ ഒരു വീട്ടമ്മയുടെ ജീവിതത്തെ സർവനാശത്തിലേക്ക് തള്ളിയിടുകയാണ്. ഈ സമയത്ത് ഒരാളും ഈ സൂസന്നയെ മനസ്സിലാക്കുന്നില്ല. ഭർത്താവ്, അപ്പൻ, അമ്മ, തോഴിമാര്, ഒരുപാട് ബന്ധുമിത്രാദികളും സ്നേഹിതരും ഉണ്ടായിരുന്നവളാണ്. പക്ഷേ ഈ സമയത്ത് ഒരാളും സൂസന്നയെ മനസ്സിലാക്കുന്നില്ല. തിന്മയുടെ ഒരു പ്രത്യേക തരത്തിലുള്ള സംവിധാനമാണത്. പ്രത്യേക ഒരു അവസരം ഒരുക്കി ആർക്കും കൂടെ നിൽക്കാൻ പറ്റാത്ത വിധമാക്കി നമ്മളെ നശിപ്പിച്ച് കളയുന്ന വിധം തിന്മ ചിലപ്പോൾ സമൂഹത്തിൽ പിടിമുറക്കും, ചിലപ്പോൾ കുടുംബത്തിൽ പിടിമുറുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോൾ സൂസന്നയുടെ സ്ഥിതി അതാണ്. ആരും കൂടെയില്ല. ഒരാൾക്കും അവൾക്ക് വേണ്ടി ഒരു വാക്ക് അനുകൂലമായി പറയാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും വായ് മൂടിക്കെട്ടിയതുപോലെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാനിയേൽ പുസ്തകം 13-ാം അധ്യായം 45-ാം വാക്യം, ഒരു ബാലൻ അവൻ ചാടി എഴുന്നേറ്റു, അവൻ പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഇങ്ങനെ അവൻ കടന്ന് ഒച്ച വെക്കുകയാണ്. ദാനിയേൽ പുസ്തകം 13-ാം അധ്യായം 45-ഉം 46-ഉം വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് വായിക്കാം. കൊലക്കളത്തിലേക്ക് അവൾ നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരുള്ള ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് തട്ടി ഉണർത്തി. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ജനം അവന്റെ നേരെ തിരിഞ്ഞു. നീ എന്താണ് ഈ പറയുന്നത്? നീ എന്താണ് ഈ പറഞ്ഞത്? ഈ ബാലൻ ഉറക്കെ പറയാണ്, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറയുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്താ അവിടെ സംഭവിച്ചത്? അവിടെ ഒരു തിന്മ അരങ്ങേറുമ്പോൾ ഈ ബാലൻ പറയാണ്, ഞാൻ ഇതിൽ കൂട്ടു നിൽക്കുന്നില്ല, ഞാൻ ഇത് സഹകരിക്കില്ല, ഇത് ഞാൻ യോജിക്കുന്നില്ല, ഇതിനോട് ഞാൻ നിസ്സഹകരിക്കുന്നു എന്ന് ഈ ബാലൻ ഉറക്കെ അങ്ങോട്ട് വിളിച്ചു പറയുകയാണ്. വരും വരായിക നോക്കാൻ നിന്നില്ല, അതും ഇതും ചിന്തിക്കാൻ നിന്നില്ല, കണക്കൂട്ടൽ നടത്തുന്നില്ല. ആ ബാലന്റെ ഉള്ളിൽ ശക്തമായി ദൈവാത്മാവ് പ്രേരണ കൊടുത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ദൈവാത്മാവിന്റെ പ്രത്യേകത എന്താ? ദൈവാത്മാവ് എല്ലാം ഓക്കെ എന്ന് പറയുന്ന ആത്മാവല്ല.
ദൈവാത്മാവിന്റെ പ്രത്യേകതയാണ്, ദൈവാത്മാവിന് തിന്മയോട് സഹകരിക്കാൻ പറ്റുകയില്ല. ഇരുട്ടിനും വെളിച്ചത്തിനും തമ്മിൽ എന്ത് ബന്ധം? ഇരുട്ടിനും വെളിച്ചത്തിനും എന്ത് ബന്ധം? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുഞ്ഞാടിനും ചെന്നായ്ക്കും തമ്മിൽ എന്ത് ബന്ധം? ആ ബന്ധമേ പാപിയും വിശുദ്ധനും തമ്മിലുള്ളൂ. ആ ബന്ധമേ പാപിയും ദുഷ്ടനും തമ്മിലുള്ളൂ. ആ ബന്ധമേ നല്ലവനും ചീത്തയാളുകളും തമ്മിലുള്ളൂ. സഹകരിക്കരുത്, സഹകരിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന്റെ ആത്മാവ് തിന്മയോട് നിസ്സഹകരിക്കുന്ന ഒരു ആത്മാവാണ്. തിന്മയെ അംഗീകരിക്കുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് നിറഞ്ഞപ്പോൾ ഈ ദാനിയേൽ ഉറക്കെ വിളിച്ചു പറയാണ്, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഇവളുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഉറക്കെ വിളിച്ച് പറയുകയാണ്. ഉടനെ രംഗം മാറി മറിഞ്ഞു. ആളുകൾ അവനെ ശ്രദ്ധിച്ചു. അവന്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി അവർ തയ്യാറായി. വിചാരണ വീണ്ടും നടന്നു. അവസാനം ആ 2 ന്യായാധിപന്മാരുടെ കള്ളത്തരം സമൂഹത്തിന് വെളിപ്പെട്ടു. ആ 2 ന്യായാധിപന്മാർ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുകയും കൊലക്കളത്തിൽ ഈ സൂസന്നയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ മരണവിധി അവരുടെ മേൽ പതിക്കുകയും സൂസന്ന മരണത്തിൽ നിന്ന് രക്ഷപ്രാപിക്കുകയും ചെയ്തു. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരാള് തിന്മയോട് നിസ്സഹകരിച്ചപ്പോ, ഒരാൾ ദൈവത്തോട് സഹകരിച്ചപ്പോ അവിടെ പിശാചിന്റെ വലിയ ഒരു സാമ്രാജ്യമാണ് തകർന്നടിഞ്ഞത്. പിശാചിന്റെ വലിയൊരു മുന്നേറ്റമാണ് തകർന്നടിഞ്ഞത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതുപോലെ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഇടവകയിൽ, നമ്മുടെ പ്രദേശത്ത് നാം തിന്മയോട് നിസ്സഹകരിക്കണം. തിന്മ കൊടികുത്തി വാഴുമ്പോൾ നാം മിണ്ടാതിരിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകം 4-ാം അധ്യായം 23-ാം തിരുലിഖിതം വചനം പഠിപ്പിക്കുന്നു, ഉചിതമായ സമയത്ത് സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. ആ വചനം ഒന്ന് പറ്റി പറയാം. ഉചിതമായ സമയത്ത് സംസാരിക്കാതെ നീ പിൻവാങ്ങരുത്. സാമുവേൽ പ്രവാചകൻ 1-ാം പുസ്തകം 17-ാം അധ്യായം, അവിടെ ഒരു നിഷ്കളങ്കനായ ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ പേരാണ് ദാവീദ്. ദാവീദ് സമൂഹത്തിലേക്ക് വരുമ്പോൾ ഇതാ വേറൊരു തിന്മ അവിടെ കൊടികുത്തി വാഴുകയാണ്. ഗോലിയാത്ത് അരങ്ങ് തകർക്കുകയാണ്. അവൻ അലറി വിളിക്കുകയാണ്. അവൻ ദൈവജനത്തെ ദുഷിക്കുകയാണ്. അവൻ്റെതായ എല്ലാ ദൂഷണങ്ങളും കേട്ട് അവൻ്റെതായ തേരോട്ടം നടത്തി അവൻ ദൈവജനത്തെ അങ്ങനെ ചവിട്ടി മെതിച്ചിട്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ദാവീദ് ആ രംഗത്തേക്ക് വരുന്നത്. ദാവീദ് ആ ഗോലിയാത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ദൂഷണം കേട്ട ആദ്യത്തെ ക്ഷണത്തിൽ തന്നെ ഈ ദാവീദിൽ നിന്ന് ആത്മാവ് ഉണർന്നു. ദാവീദ് ചോദിക്കുകയാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ സേനകളെ നിന്ദിക്കുന്ന ഈ അപരിചിതൻ ആരാണ്? ഇവനെ നിലയ്ക്ക് നിർത്തവിടെ ആരുമില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നീട് രംഗം മാറി മറിഞ്ഞു. ദാവീദ് രംഗത്തേക്ക് വന്നു. ആ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്ത് അവന്റെ തല കഴുത്ത് വെട്ടിയെടുത്ത് കയ്യിൽ തലയും തൂക്കി പിടിച്ച് നിൽക്കുന്ന ദാവീദിനെയാണ് പിന്നീട് ബൈബിളിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരാൾ തിന്മയോട് നിസ്സഹകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അന്ധകാര ശക്തികളുടെ എല്ലാ കുതന്ത്രങ്ങളെയും തകർത്ത് ദൈവജനത്തിൻ്റെ യശസ് ഉയർത്തുന്ന ഒരു രംഗം ബൈബിളിൽ നമ്മൾ കാണുകയാണ്. യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം പഠിപ്പിക്കുകയാണ്, പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ. ആ വചനം ഉറക്കെ പറയാം, പിശാചിനെ ചെറുത്തു നിൽക്കുവീൻ. ഇതൊരു കൽപ്പനയാണ്. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉള്ളിൽ തിന്മ കൊടികുത്തി വാഴുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി, ഭീരുത്വം, ആവശ്യമില്ലാത്ത ടെൻഷൻ, ഇതെല്ലാം മാറി ആത്മാവിൻ്റെ ഒരു വീര്യം ഉള്ളിലേക്ക് അങ്ങോട്ട് ആവസിക്കട്ടെ. ഇരുകരങ്ങളോട് ഉയർത്തിപ്പിടിക്കാം. ദൈവമേ, സ്വർഗം തുറന്ന് ഇപ്പോൾ അവിടുത്തെ അത്ഭുത ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിക്ഷേപിക്കണമേ, മനസ്സുകളിലേക്ക് നിക്ഷേപിക്കണമേ. ലോകത്തിൽ തിന്മ തിമിർത്താടുമ്പോൾ അതിന് നെറുകെ അടിക്കാൻ തക്കവിധമുള്ള ആത്മീയ ശക്തിയോട് ഞങ്ങളെ നിറയ്ക്കണമേ. ഉറക്കെ സ്തുതിക്കുന്നു. ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി. വചനമെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനായി. എതിർക്കേണം നാം, എതിർക്കേണം സാത്താന്റെ ശക്തികളെ. അത്ഭുത ശക്തി നിറയ്ക്കണമേ. നാം എതിർക്കേണം എല്ലാ തിന്മകളെ എതിർക്കാൻ ശക്തി. കരങ്ങളടിച്ച് പോകും, നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത്. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ, യേശുവിൻ ജയക്കൊടി. വചനമെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനായി. കർത്താവേ, ഈ നിമിഷങ്ങളിൽ ഇടപെടണമേ. ഭീരുത്വം വിട്ടുമാറട്ടെ, ഭയം വിട്ടുമാറട്ടെ, ആകുലത വിട്ടുമാറട്ടെ, വൈക്ലഭ്യം വിട്ടുമാറട്ടെ.
ചിന്തിക്കുമെന്ന വിചാരം വിട്ടുമാറട്ടെ. കുറവ് ലഭിക്കട്ടെ. Glory, glory, glory. ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ അന്ധകാര ശക്തികളെ, ഭയത്തിന്റെ ഭീരുത്വത്തിന്റെ അന്ധകാര ശക്തികളെ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോകാ. അകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനായി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനായി. തകരട്ടെ ശത്രുവിൻ കോട്ടകൾ ഉയരട്ടെ യേശുവിൻ ജയക്കൊടി. വചനമാളെടുത്തെതിർക്കുവിൻ യേശുവിൻ നാമത്തിനായി. യേശുവിൻ കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. യാക്കോബ് സ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായം 7-ാം തിരുലിഖിതം. പിശാചിനെ ചെറുത്തു നിൽക്കുവിൻ. റോമാ ലേഖനം 12-ാം അധ്യായം 9-ാം തിരുലിഖിതം. തിന്മയെ ദ്വേഷിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് തന്റെ ആത്മാവിനെ വർഷിച്ച് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത എല്ലാ ബന്ധങ്ങളും മാറ്റി നല്ല നല്ല ബന്ധങ്ങൾ ജീവിതങ്ങളിലേക്ക് നൽകട്ടെ. രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഉയർത്തി പിടിക്കാം, ഉറക്കെ സ്തുതിക്കാം. പരിശുദ്ധാത്മാവേ, ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണമേ. ഉരുകി ഞങ്ങളെ വാർത്തെടുക്കൂ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. ഉരുകി ഞങ്ങളെ വാർത്തെടുക്കൂ, പരിശുദ്ധാത്മാവേ, സ്നേഹം നിറച്ചെന്നെ ഉപയോഗിക്കൂ. ജീവിക്കും ദൈവത്തിൻ അരൂപിയേ, നവ്യമായി ഞങ്ങളിൽ വസിക്കേണം.